നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യകാല പേരാമ്പ്രയിലെ യുവത കോളേജ് വിദ്യാർത്ഥികൾ യുവത ആക്റ്റീവ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപകൻ TV രവീന്ദ്രനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലത്തെ പേരാമ്പ്രയിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ യുവത കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ യുവത ആക്റ്റീവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓണാഘോഷ പരിപാടി പേരാമ്പ്ര സംസ്കൃതി കലാക്ഷേത്രയിൽ സംഘടിപ്പിച്ചു. PK മോഹനൻ സ്വാഗതം പറഞ്ഞു. CKG കോളേജ് റിട്ടയർഡ് അധ്യാപകനായ TV രവീന്ദ്രനാഥൻ മാസ്റ്റർ മലർമേളം എന്ന പേരിൽ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പൊ അംഗനവാടി മുതൽ കോളേജുകൾ, സ്കൂളുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, സർക്കാർ ഓഫീസുകളിൽ, ബാങ്കുകളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, അതുപോലെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള മലയാളികൾ അധിവസിക്കുന്ന കേരളത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലുള്ള പട്ടണങ്ങളിലൊക്കെ തന്നെ ഓണാഘോഷമാണ് നമ്മുടെ എംബസികളിൽ നടക്കുന്നത്. അതുപോലെ മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് കൂട്ടായ്മയിൽ അവര് സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഇതാണ് ഓണം. നമ്മൾ നോക്കുമ്പം ജാതി, മത, ഭാഷ, ദേശ ഭേദമില്ലാതെ ഇന്ത്യയിലും പുറത്തും എല്ലാം തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു കേരളത്തിന്റെ ദേശീയ ആഘോഷമാണെങ്കിലും അത് ഇപ്പൊ സാർവലൗകികമായി പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലും, സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന മാറി. അപ്പൊ ആ കൂട്ടത്തില് നമ്മളും പങ്കാളിയാണ്. അപ്പൊ നമ്മളിപ്പോ യുവതയിലെ ആക്റ്റീവ് ഗ്രൂപ്പ് നടത്തുമ്പോൾ വിസ്മൃതിയിലാണ്ടുപോയ യുവത എന്ന സ്ഥാപനത്തെ നമ്മൾ ഓർക്കും. ഇപ്പൊ കോളേജ്, സ്കൂളുകളിലൊക്കെ നടക്കുന്ന സ്കൂൾ അവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ കുട്ടികൾ നടത്തുമ്പോൾ ആ സ്ഥാപനം അവിടെ ഉണ്ടാവില്ല. മുൻ വിദ്യാർത്ഥികൾ കോളേജിലൊക്കെ നടത്തുമ്പോൾ ആ സ്ഥാപനം അവിടെ ഉണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം യുവത എന്ന് പറയുന്ന സ്ഥാപനം, ആ ഭൗതിക രൂപം ഒന്നും ഇപ്പോഴില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ മാത്രം നിൽക്കുന്നു. അപ്പൊ അവിടെ പഠിച്ച നമ്മളിപ്പോ ഈ കൂട്ടുകൂട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പരസ്പരം കാണാനും വിശേഷം പങ്കുവെക്കാനും നമ്മുടെ പഴയ ഓർമ്മകൾ അയവെക്കാനും പുതിയ നമ്മുടെ കുടുംബ സൗകര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഓണാഘോഷത്തെ കാണുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും കേരളത്തിലെ ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ഉത്സവം കൂടിയാണ്. അപ്പൊ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും അവിടെ ഒരു പൂക്കളം കാണാം. അവിടെ ഈ മലയാള വേഷം, കേരള വേഷം ധരിച്ച സ്ത്രീകളും ചേച്ചികൾസിനെ കാണാം. എല്ലാം ഓണമയമാണ്. പട്ടണത്തിലാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കോഴിക്കോട് പട്ടണത്തിലേക്കൊക്കെ കാറിൽ ഒരാളോ രണ്ടാളോ ആണെങ്കിൽ അങ്ങോട്ട് വിടുന്നില്ല. ഫുൾ ആളുണ്ടെങ്കിൽ ടൗണിലേക്ക് വിടും. അത്രയും തിരക്കാണ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴും കൂടുതൽ ഇതൊരു ഷോപ്പിംഗ് ആഘോഷമായി മാറി എന്ന് എനിക്ക് തോന്നുന്നു. അത് മോശമായി എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ എന്തായിരുന്നാലും കേരളീയർക്ക് ഒത്തുകൂടാനും കുടുംബാംഗങ്ങൾക്ക് തിരികെ വീട്ടിൽ വരാനും, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോ ബാംഗ്ലൂരിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ഇങ്ങോട്ട് കേരളത്തിലേക്കുള്ള ട്രെയിനിലോ ബസ്സിലോ ഒന്നും ടിക്കറ്റ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നല്ലത് കുറച്ച് മതിയെന്നും പറയാറുണ്ട്. അപ്പൊ ഇതിന് ചെറുതാണെങ്കിൽ ഇത് സംഘടിപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യം, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇതിപ്പം നമ്മളിപ്പം കാണുമ്പോൾ ഒരു കുറച്ച് ആളുകൾ ചെറിയ പൂക്കളം, കുറച്ച് സീറ്റ് എന്നൊക്കെ പറഞ്ഞാണെങ്കിലും ഇത് ഭാവനയിൽ കണ്ട് രൂപപ്പെടുത്തി ഇത് പ്രവൃത്തിപഥത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് അധ്വാനമുണ്ട്. ബാക്കി പഠിച്ച മുൻ വിദ്യാർത്ഥികൾ, ഇല്ലെങ്കിൽ ഇപ്പോഴും പല തുറകളിൽ നമ്മളൊക്കെ തന്നെ പ്രായത്തിലും ഒരു യൂത്ത് വിങ് ഉണ്ട്. 60-70 വയസ്സുള്ള ആളുകളാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരു യൂത്ത് വിങ് ഉണ്ട്. രേഖയിൽ പ്രായമുണ്ടെങ്കിലും പ്രവൃത്തിയിൽ പ്രായം വരാത്ത കുറെ ആളുകളുണ്ട്. തിരുവാതിര കളിക്കാനൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചെറിയ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷകരമായ, ആഹ്ലാദകരമായ ഓണം. KK നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K രമണി, C രാധാകൃഷ്ണൻ, TP ബാലാമണി, MK രമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഓണപ്പെരുമയുടെ സന്ദേശം വിളിച്ചോതുന്ന തിരുവാതിരക്കളി, ഗാനങ്ങൾ, കവിതകൾ എന്നിവ അരങ്ങേറി. പത്മപീഠത്തിൽ ഇരിക്കും ദേവി, പട്ടാടഭംഗി ചാർത്തും ദേവി, നിത്യവും വന്നെന്റെ നാവുതന്നിൽ നൃത്തമാടണം സരസ്വതി, നൃത്തമാടണം സരസ്വതി.
തിരുവോണപ്പുലരിതൻ തിരുവുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണി ചിത്തിരപ്പുഴയിൽ പോരാപ്രണയം ഇന്നലെ കണ്ണോടുകളായി നോക്കി നിന്നവൾ കവിതകൾ കൊണ്ടേറെ കളം വരച്ചു. കവിതകൾ കൊണ്ടേറെ കളം വരച്ചു. അവൾ തൊട്ടുതന്നൊര ചാന്ദ്രമു ചന്ദനവും വിരൽ കോത്തിരുന്നൊര ചോദിപ്പുലരി ലഹരി വസ്തുക്കളുടെ ഉപയോഗത്താൽ ക്ഷയിക്കുന്ന സമൂഹത്തിന്റെ നേർസാക്ഷ്യം വിളിച്ചോതുന്ന വത്സല ടീച്ചറുടെ ഏകാഭിനയം ഏറെ ശ്രദ്ധയാകർഷിച്ചു. അയ്യോ കാണാനൊന്നും അല്ല എന്റെ മാനൂട്ടിയെ. സ്കൂൾ അസംബ്ലിയില് എല്ലാ സമ്മാനങ്ങളും പറഞ്ഞു കേട്ടോ. എല്ലാവരുടെ ഒക്കെ ചെയ്തല്ലോ. ആണോ? അല്ല എന്നിട്ട് സമ്മാനങ്ങൾക്കല്ലേ? അതോ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അച്ഛനമാനിയുടെ എന്താ പി കെ മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സത്യൻ കണ്ടോത്ത് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.